ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ, സാഹചര്യം എന്താണോ, അതിന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് ആണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് തംബ്നെയിലത്തെ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ നോക്കിയിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കിട്ടുന്നതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കാം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളിപ്പോഴത്തെ കരിയർ സാഹചര്യം എന്താണോ അതിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ ആദ്യം ആ ഒരു സിറ്റുവേഷനോട് അത് നിങ്ങളുടെ റിയാലിറ്റി ആണെന്ന് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെർട്ടൻ സ്റ്റേജ് ഉണ്ടാവും, അതിലേക്ക് എത്തിപ്പെടും എന്ന ഒരു വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ എന്താണോ കരിയറിൽ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടന്നിരിക്കും എന്ന ഒരു എന്താ പറയണ്ടേ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും അതിനെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ്, ഒരു കാര്യമായൊരു വിജയം ഈ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു സക്സസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ആഘോഷിക്കാൻ മറക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് ആരൊക്കെയാണോ നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിനായിട്ട് നേരിട്ടും അല്ലാതെയും സഹായിച്ചിട്ടുള്ളത് അവരെല്ലാം ചേർത്തുകൊണ്ട് ഒരു ആഘോഷം എന്തായാലും നടത്തണം. അവരുടെ ആ ഒരു സഹായങ്ങളെയും സപ്പോർട്ടിനെയും അക്നോളജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിജയം എന്തായാലും ആഘോഷിക്കണം എന്ന് യൂണിവേഴ്സ് പറയാണ്. അതുപോലെ ഈ ഒരു വിജയത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് അവസരങ്ങൾ തേടി വരുന്നുണ്ടാവും. പല പല അവസരങ്ങൾ കൂടുതൽ ജോലിയിൽ വരുന്നതിനായിട്ട് ആ അവസരങ്ങളൊന്നും തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, ആ അവസരങ്ങളെയൊക്കെ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഏത് അവസരമാണോ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ കരിയറിൽ ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം, ആ ഒരു കരിയറിൽ നിങ്ങൾ എന്താണോ അടുത്തതായി വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ പല വഴികളും യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, കലയിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു വഴി ആഗ്രഹിക്കുന്നുണ്ട്, അതിലൂടെ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനത്തെ വാശികൾ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സക്സസ്, ആ ഒരു ഗ്രോത്ത് എൻ്റെ കരിയറിൽ ഉണ്ടാകുന്നതിന്, അതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള വഴിയാണോ ഇത് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൺഫർമേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു എക്സ്പേർട്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു മെൻറ്റർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ വിചാരിച്ച വഴി ഇതല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അതിനെ തട്ടിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കരിയറിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ആ ഓരോ അവസരങ്ങളിലും നിങ്ങൾ പഠിച്ച പാഠങ്ങളുണ്ട്, ആ പാഠങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അതൊക്കെ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, താൽക്കാലികമാണ്. അതിനെയും ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് എടുത്ത് യൂണിവേഴ്സ് പറയുന്നു. പിന്നെ ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ കരിയറിനെ സംബന്ധിച്ച് നിങ്ങളെപ്പോൾ പ്രധാനപ്പെട്ട എന്ത് തീരുമാനം എടുക്കുമ്പോഴും മനസ്സ് സ്വസ്ഥമായിരിക്കുമ്പോൾ മാത്രം ആ തീരുമാനങ്ങൾ എടുക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുക. അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, വളരെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, അങ്ങനെ ഇമോഷൻസിൻ്റെ ഒരു പീക്കിലിരിക്കുന്ന സമയത്തൊന്നും ദയവ് ചെയ്ത് കരിയറിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കരിയറിൽ ഇപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ടാവും, അതിനനുസരിച്ച് നിങ്ങളുടെ ജോലിയിലത്തെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ പല ആക്ടിവിറ്റീസ് നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? പക്ഷെ അതിൽ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടാസ്കുകൾ ഉണ്ടാവും. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യാൻ പറയുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക, അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ശീലിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നോട്ട് പോകും തോറും
നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതൽ വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ അതിലേക്ക് എത്തിപ്പെടണമെങ്കിലും ഈ ടൈം മാനേജ്മെന്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ജോലിയിലായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ ജോലിക്കൊരു അവസരം വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന്റെ ഭാഗമാകാൻ ഒരു അവസരമോ അല്ലെങ്കിൽ എന്താ പറയുക പുതിയ അവസരങ്ങൾ, അങ്ങനെ ജനറലി പുതിയ അവസരങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ മടിയുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ അവസരങ്ങളെ നിരസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ആ അവസരങ്ങളൊക്കെ സ്വീകരിക്കുക, അത് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ, കരിയറിൽ എത്താൻ ഇത് സഹായിക്കുമോ ഇല്ലയോ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും, നിങ്ങളുടെ ഒരു മെൻറ്റർ, ഒരു ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കരിയർ ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നും കൂടെ പറയുന്നു. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസിഷനിലെത്താതെ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ഒരുപാട് അവസരങ്ങൾ വരുമ്പോൾ എന്തെടുക്കണം ഏതെടുക്കണം എന്നറിയാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ ഒരു അവസരത്തിന് യൂസ് ചെയ്യാതെ അതിനെ ഉപേക്ഷിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അത് നല്ലതാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കുക. അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ അവസരങ്ങളും കൂടെ കാണുമ്പോൾ കുറേ അവസരങ്ങളുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഒരു തീരുമാനത്തിലെത്താതെ ആ അവസരങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഇടവരുത്തരുത് എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. ഓക്കെ, ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് പ്രയോറിറ്റൈസ് ചെയ്യാം. ഷോർട്ട് ടേം ഗോൾസ് എന്താണ്, ലോങ് ടേം ഗോൾസ് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതനുസരിച്ച് ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ ഒരു ജോലിയിലൊരു ഒരു അടുക്കും ചിട്ടയും വരേണ്ട സമയമായി എന്നും കൂടെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കുറവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞു പോയ ഇപ്പോൾ ഏതെങ്കിലും ഒരു അവസരം, ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ വന്നു, നിങ്ങൾക്ക് പക്ഷേ അതിന് വേണ്ട വിധം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആക്ഷൻ എടുത്തു, നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല, അതിലിങ്ങനെ വിഷമിച്ചിരിക്കാനും പാടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞു പോയി, ഇനിയും അവസരങ്ങൾ വരും നിങ്ങൾക്ക്. ഓക്കെ, അത് പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി അതിന് നല്ല അവസരം വരില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇതിന് നല്ല അവസരം നിങ്ങൾക്ക് എന്തായാലും തേടി വരുന്നതാണ്. നിങ്ങൾ പറയുന്നത് കരിയറിൽ ഫുള്ളി ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ എന്താ പറയണ്ടേ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നും കൂടെ പറയുന്നു. നിങ്ങളോട് അതാണ് പറഞ്ഞത്, ജോലിയിൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആകണം. ആ ടൈം മാനേജ്മെന്റ് ഒക്കെ അതൊക്കെ ശീലിച്ചെടുക്കണം. അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ അതിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ അത് കഴിഞ്ഞു പോയതാണ്. അതിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ട് ആ പാഠം നിങ്ങളുടെ ഇനിയുള്ള കരിയർ ലൈഫിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. വളരെ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റഡ് ഇരിക്കുമ്പോഴോ ഇമോഷൻസിന്റെ പീക്കിൽ നിൽക്കുമ്പോഴോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. കരിയറിനെ സംബന്ധിച്ച് ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിൽ ദുഃഖിക്കാൻ കാരണം കാണുന്നുണ്ട്. ഓക്കെ, ഇടവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് യൂണിവേഴ്സിന് ഇപ്പോൾ നൽകാനുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ കരിയറിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം, ഒരു ഗൈഡൻസ്, ഒരു സജഷൻ, നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവർ നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അവരെന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പോ അവർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, അത് വേണ്ടെന്ന് വെക്കരുത് എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കരിയർ നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ഡ്രീം അല്ലെ, ഒരു ഗോൾ. അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഒരു സ്വപ്നം
അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ജോലിയിൽ നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഏതൊരു കാര്യം, അതായത് നെഗറ്റീവ്ലി ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനെയും നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി നിൽക്കണം എന്നും കൂടെ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനും ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് സഹായങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, സജഷൻസ് ഒക്കെ ഈ ജോലിയെ സംബന്ധിച്ച്, ഓക്കെ, ജോലിയിൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഗൈഡൻസ്, ഒരുപാട് ഹെൽപ്പ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതിനോട് ഓപ്പൺ ആയിരിക്കുമ്പോൾ, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ കണ്ടെത്താനും അത് തിരിച്ചറിയാനും നിങ്ങളുടെ ഫേവറിന് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നു. ഓക്കെ, ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് മോഡിലായിരിക്കാൻ പറയുന്നുണ്ട്. അതേസമയം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഇപ്പം നിങ്ങൾക്ക് കരിയറിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഞാൻ ഓപ്പൺ ആണ്, ഞാൻ റിസെപ്റ്റീവ് ആണ്, എനിക്ക് പക്ഷെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റം സംഭവിക്കുന്നതിന് ഒരു സമയമുണ്ട്, ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കാൻ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസയർ എന്താണോ അതിലേക്ക് എത്തുന്നതിനുള്ള ശരിയായ പാതയിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും കൂടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നു. പിന്നെ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫെയർ ആണ് എന്ന് ഉറപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ് അത് മറ്റൊരാൾക്ക് ദോഷം വരുന്നില്ല എന്നും കൂടെ ഉറപ്പിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അർഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ കരിയറിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു അക്നോളജ്മെന്റ് ഉണ്ട്. ആരെങ്കിലും അതിന് താഴെയായിട്ട്, ഇൻഫീരിയർ ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ നിൽക്കാതിരിക്കുക. ഓക്കെ, നെവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷൻ, ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റേജ് ഉണ്ട് നിങ്ങളുടെ കരിയറിൽ, അതിനും താഴെയുള്ള ഒന്നിനും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം, അതായത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ആ റിസ്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു അഡ്വഞ്ചർ എന്നും പറഞ്ഞ് റിസ്ക് എടുക്കാൻ പോകരുത്. അത് പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്ട്രിക്ഷൻ, നിങ്ങൾ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. പിന്നെ നിങ്ങൾ വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കുന്നു, നിങ്ങൾ അതിനോട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നില്ല. അതാണ് നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പല രീതിയിലും പറയുന്നത്, നിങ്ങളോട് ഓപ്പൺ ആയിരിക്കൂ, റിസെപ്റ്റീവ് ആയിരിക്കൂ. കാരണം ഈ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ ഇത് സംഭവിക്കേണ്ടതാണ്. ഓക്കെ, ആ മാറ്റം നിങ്ങളുടെ നല്ലതിനാണ്. അപ്പോൾ അത് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുക. അപ്പോൾ അത് തന്നെയാവും ഈ പലതരത്തിൽ ചിലർ സജസ്റ്റ് ചെയ്യുന്നതും അഡ്വൈസ് നൽകുമ്പോൾ അല്ലെങ്കിൽ ഹെൽപ്പ് ഓഫർ ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറയണേ, നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ സഹായം സ്വീകരിക്കണം, അല്ലെങ്കിൽ തരുന്ന സജഷൻസ് അതനുസരിച്ചൊന്ന് കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനാണ് ഈ യൂണിവേഴ്സ് പലതരത്തിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളെ അറിയിക്കുകയാണ്, ചേഞ്ച് വരുന്നുണ്ട്, ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. ഓക്കെ, ആ ചേഞ്ചിനായിട്ട് അനുവദിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുക വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ട് കരിയറിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിയറിന് പകരം ആ ഒരു എന്താ പറയുക, ആ ഫെയിലിയറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മാറ്റം എന്ന് കാണുന്നു. ഓക്കെ, അത് നടക്കണമെങ്കിൽ പക്ഷെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഫോക്കസ് ഇപ്പോഴും ആ ഫെയിലിയറിലാണ്. അതിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല. അപ്പം നിങ്ങളോട് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ പറയുന്നു. അപ്പോഴാണ് ഇപ്പുറത്ത് ഇതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അതിന് ആ കാര്യം, ആ നഷ്ടം ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന പല നല്ല എനർജീസ് ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് അവിടെയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയുക, ആ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതൊരിക്കലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടമായിരിക്കാൻ സംഭവിച്ചിട്ടുണ്ടാവും. അതൊരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ അതിന് പകരം ഒന്നും ഇനി കിട്ടില്ല എന്നോ അങ്ങനെന്തോ ഒരു ചിന്ത നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി ഉണ്ട് എന്ന് കാണുന്നു. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സംതൃപ്തിയും സന്തോഷം തരുന്നൊരു മാറ്റമാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു മാറ്റം കൊണ്ട്. അപ്പോൾ അതിനോട് അനുവദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ കേൾക്കുന്നത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നു. കാരണം നോക്കൂ, നിങ്ങളുടെ കരിയറിൽ കാര്യമായ മാറ്റം, വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും, കരിയറിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നതിനും, നിങ്ങൾക്ക് കരിയറിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ഒരു അവസരങ്ങൾ, ഈ ഒരു മാറ്റം നിങ്ങളെ സഹായിക്കും.
പക്ഷെ നിങ്ങൾ അതിനെ അനുവദിക്കണം. അത് സംഭവിക്കാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ? അതാണ് ഇവിടെ ഇല്ലാത്തത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കാണാത്തത്. ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യലും ഒറ്റയ്ക്കെല്ലാം നേടും എന്നുള്ള ഒരു ചിന്ത ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹായങ്ങൾ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് ചിലർ സഹായം ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതിനർത്ഥം നിങ്ങൾ വീക്കാണ് എന്നല്ല. ഓക്കെ, നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അപ്പം അതനുസരിച്ച് ആ കാര്യങ്ങളെ കാണുക. ഓക്കെ, അതെന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നല്ല ഞാൻ പറയണേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൺഫർമേഷൻ ചോദിക്കാം. ഇതാണോ അവസരം? ഇതാണോ എൻ്റെ കരിയറിൽ മാറ്റം കൊണ്ടുവരുന്ന, നല്ല രീതിക്കുള്ള മാറ്റം കൊണ്ടുവരുന്ന അവസരം ഇതാണോ എന്നൊരു കൺഫർമേഷൻ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കും. യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻ തന്നിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പറയുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തന്നിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു മാറ്റത്തിന് അനുവദിക്കുക, അത് സംഭവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നത്. പക്ഷെ ഇനി അവിടെ നിന്ന് ഒരു അപ്ഗ്രേഡ് സംഭവിക്കണം. ആ അപ്ഗ്രേഡിന് നിങ്ങൾ ഓപ്പൺ ആക്കണം. ഓക്കെ, നിങ്ങൾ അതിന് എങ്ങനെയാ മാറ്റം എന്ന് വെച്ചാൽ വരട്ടെ എന്നുള്ള രീതിയിൽ വരുന്ന അവസരങ്ങളോടൊക്കെ യെസ് പറയുക, സഹായം ഓഫർ ചെയ്യുമ്പോൾ അതിനെയും സ്വീകരിക്കുക. മനസ്സിലായില്ല? അങ്ങനെയാണ് നിങ്ങൾ ആ ചേഞ്ചിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കും വളരെ നല്ല കാര്യം എന്ന് മാത്രമല്ല, നിങ്ങളുടെ കരിയറിൽ അത്രയും ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിനും വളരെ സമാധാനവും സന്തോഷം തരുന്നു. നിങ്ങൾക്കും വളരെ ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷമൊക്കെ തരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നൽകാനുള്ള ഗൈഡൻസ്. മൈ ഡിയർ ഗ്രൂപ്പ് 2, ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ സാഹചര്യത്തിന് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഇപ്പോഴത്തെ കരിയർ സാഹചര്യത്തെ സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഫുൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. Knight of Swords. നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അതിനൊരു അവസരം, അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ. ഓക്കെ, അത് സംഭവിക്കുന്നല്ല, അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ആക്ഷൻസ് എടുക്കണം. ഒന്നും എടുക്കാതെ നാച്ചുറലി സംഭവിക്കും എന്നല്ല പറയണേ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ അതിന് വേണ്ടി പറയണമെന്ന് വെച്ചാൽ, അത് പെട്ടെന്ന് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നോ നിങ്ങളുടെ കരിയറിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ആ പ്രസന്റ് മൊമെന്റിലായിരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അതും ഇപ്പോൾ ഈ പുതിയ തുടക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ സംഭവിക്കുക അങ്ങനെ ചിന്തിച്ചിട്ടല്ല പോണത്. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക. എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വേറെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജോലി ലഭിച്ചിട്ടേ ഇല്ല ജോലിക്കായി ശ്രമിക്കുക, അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, പോകുക. കാരണം എത്രത്തോളം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് മുന്നോട്ട് പോകുന്നു റൈറ്റ് നൗ, അത്രയും പെട്ടെന്നാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരു സന്തോഷവും ഒരു എന്താ പറയണ്ടേ ആത്മസംതൃപ്തിയും തരുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ കരിയറിൽ ഒരു സാധ്യത കാണുന്നത്. അത് വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് ആ മാറ്റം സംഭവിക്കുക എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ അത്രയും സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കുമെന്ന ഒരു വിശ്വാസത്തോടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. അതുപോലെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനാവശ്യമായിട്ട് അതായത് എനിക്ക് ആ കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കഴിവില്ല, അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യാൻ പറയും. ഓക്കെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിനെ റിലീസ് ചെയ്യുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നേട്ടങ്ങൾ, വിജയങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണെന്നൊന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ടൊക്കെ ഒരു ബോധ്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ് ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു സെൽഫ് അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. മാത്രമല്ല നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സും ഇൻസെക്യൂരിറ്റീസും ഒക്കെ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്.
ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഈ മൊമെന്റിൽ എവിടെയാണോ ഏതൊരു ലെവലിലാണോ നിങ്ങളുടെ കരിയറിലുള്ളത് നിങ്ങളതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം വൈകാതെ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന ഒരു വാർത്ത, ഒരു സന്തോഷം തരുന്ന ഒരു സാഹചര്യം, ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അതായത് ആ സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്താ പറയുക, അത് ആഘോഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയും നല്ല നിങ്ങൾക്ക് ഒരു ബ്ലിസ്ഫുൾ ഫീൽ ഉണ്ടല്ലോ, അതായത് എക്സ്ട്രീം ഹാപ്പിനെസ്സിനെയാണ് ബ്ലിസ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ ഒരു ഫീലിലേക്ക് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാനാണ് പറയണത്. നിങ്ങൾക്ക് പക്ഷെ അത് പറ്റുന്നില്ല, നിങ്ങൾ ഈ ഫ്യൂച്ചറിലാണ് വല്ലാതെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, അത് പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തിന് തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എടുക്കുക. അതിനോട് എങ്ങനെ അലൈൻഡ് ആകാൻ പറ്റുമോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക, ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ. ഇനി ഇതല്ലെങ്കിലോ, ഇതെനിക്ക് നല്ലതല്ലെങ്കിലോ, എന്നാൽ വേറെ നോക്കിയാലോ, അങ്ങനെ ആകരുത്. ഒരു കാര്യത്തിൽ ഒരു സമയം ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ഏത് എനർജിയിലായിരിക്കണം എന്നുള്ളത്. ആ എനർജിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കൂ, സ്വസ്ഥമായിട്ടിരിക്കൂ, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അങ്ങനെ ശക്തമായ ഒരു സന്ദേശം നിങ്ങൾക്ക് തരേണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് വിഷ്വലൈസ് ചെയ്യൂ. അത് മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് നിലനിർത്താനായി സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നൊരു വിശ്വാസം നിങ്ങളിൽ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു മാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വളരെ റെസെപ്റ്റീവ് ആയിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ കാണിക്കുക. നിങ്ങൾ ഡെഫിനറ്റ്ലി ആ ഒരു ക്ഷമ കാണിക്കേണ്ടതാണ്. ആ ഒരു ക്ഷമയോടെ ഇപ്പം മുന്നോട്ട് പോകാൻ പറയുന്നു. ഇപ്പം നിങ്ങൾ കരിയറിൽ ഏതൊരവസ്ഥയിലാണെങ്കിലും ക്ഷമയോടെ മുന്നോട്ട് പോകുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ടല്ലോ, ആക്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഇതെങ്ങനെ സംഭവിക്കുക, എപ്പോൾ സംഭവിക്കുക, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാൻ പോണേന്ന്. ശരിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് നടക്കും എന്ന് വിശ്വസിക്കണം. അത് യൂണിവേഴ്സ് നടത്തി തരും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് നല്ല രീതിയിൽ നടന്നിരിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകണം. ഓക്കെ, അതാണ് സംശയത്തോടെയല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, പൂർണ്ണ വിശ്വാസത്തോടെയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് അത് എന്തായാലും നടക്കുമെന്നുള്ളത്. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് ഞാൻ ഇങ്ങനെ വിചാരിക്കണേ, ഞാൻ ഇന്ന ജോലിയാണ് ഞാൻ നേടിയെടുക്കാൻ നോക്കണേ, ഇന്നതാണ് എൻ്റെ ലക്ഷ്യം, വേണ്ട, അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കും ഇതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, ഇതായിരുന്നു നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളായിട്ട് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും നിങ്ങൾ ജീവിതത്തിൽ നന്നാകണം, സക്സസ്ഫുൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ആളുകൾക്ക് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും നമ്മളൊരു പ്രചോദനം കൊടുക്കാതിരിക്കുക. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്